part. Okay, once again, good evening, beautiful souls. നമ്മൾ 25 സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 26ാമത്തെ സെഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബട്ടർഫ്ലൈ എഫക്റ്റ് ഇൻ ലൈഫ്, സ്മോൾ തിങ്സ്, ബിഗ് ചേഞ്ചസ്. ചിത്രശലഭം എഫക്റ്റ്, ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ റിസൾട്ടുകൾ എന്നാണ്. ശരിക്കും ഇന്നത്തെ ഡേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണെന്ന് ഇങ്ങനെ കണ്ടു. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ആളുടെ ഒരു എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കോട്സ് ആണല്ലോ, 1+1 ഇമ്മിണി ബല്യ 1 എന്ന് പറഞ്ഞിട്ട് നമ്മള് എപ്പോഴും ഇങ്ങനെ ആളെ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വാക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പൊ അതിനെ കുറിച്ച് ആകാം ഇന്ന് ഒരു അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് എടുത്തത്. അപ്പോൾ ശരിക്കും ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു സൈക്കോളജി തിയറി അല്ല. അത് 1960s ഒരു കാലാവസ്ഥ ഒരു നിരീക്ഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് ലോറൻസ് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു തിയറി ഉണ്ട്, കെയോസ് തിയറി എന്നാണ് അതിനെ പറയുന്നത്. അതിങ്ങനെയാണ്: ബ്രസീലിൽ ഒരു ചിത്രശലഭം ചിറകടിക്കുന്നത് ആഴ്ചകൾക്ക് ശേഷം അമേരിക്കയിൽ ഒരു ചുഴലിക്കാറ്റിന് കാരണമായേക്കാം. അദ്ദേഹം പറഞ്ഞ തിയറി അതാണ്. ഇപ്പോൾ ബ്രസീലിൽ ഒരു ബട്ടർഫ്ലൈ അതിന്റെ ചിറകടിക്കുന്നത് ആഴ്ചകൾക്ക് ശേഷം വളരെ ദൂരെയുള്ള അമേരിക്കയിൽ അതൊരു കൊടുങ്കാറ്റിന് കാരണമായി മാറാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ച തിയറി അതാണ്. അപ്പൊ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് പലരും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് പല ഇൻസിഡന്റുകളും റിവ്യൂ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും നടന്ന റിവ്യൂസിലുള്ളതാണ് നമ്മുടെ 1ാം ലോക മഹായുദ്ധമൊക്കെ. ഫസ്റ്റ് വേൾഡ് വാർ ഇതേ ഒരു തിയറി വെച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഓസ്ട്രിയയിലെ ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിക്കുന്നതോടുകൂടിയാണ് 1ാം ലോക മഹായുദ്ധം തുടങ്ങിയത്. അപ്പൊ അത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചില ആളുകൾ റിവ്യൂ ചെയ്തിട്ട് പറയുന്നുണ്ട്, ആദ്യം തന്നെ കലാപകാരികൾ ഈ ഇദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ഒരു ബോംബ് അവിടെ വർഷിച്ചു. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. പുറകിൽ വന്ന വാഹനത്തിലാണ് അത് പതിച്ചതും അവർക്കാണ് അപകടം സംഭവിച്ചത്. അപ്പം അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ച് പാലസിൽ എത്തിക്കഴിഞ്ഞ് ഈ നഷ്ടപ്പെട്ടു പോയ ഈ അപകടം പറ്റിയ ആളുകളെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുകയും അദ്ദേഹം വീണ്ടും വാഹനമായിട്ട് ഇറങ്ങിയെന്നാണ്. അപ്പൊ ഈ ഇറങ്ങിയ വഴിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഈ ഡ്രൈവർക്ക് വഴി തെറ്റി. പോകേണ്ട കറക്റ്റ് വഴിയിലല്ല പോയത്. അദ്ദേഹം എവിടെയോ തെറ്റിയിട്ട് വേറെ വഴിയിലൂടെ പോയി. അപ്പൊ ആ പോകുന്ന സമയത്ത് ഇവര് വഴിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയോ എന്തോ ഒരു ബ്രേക്ക് എടുക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ നേരത്തെ ഈ അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തി അവിടെ ഒരു ടീ ഷോപ്പില് നിൽക്കുന്നുണ്ട്. അപ്പൊ ആള് വീണ്ടും ഇദ്ദേഹത്തിനെ കാണുകയും ഷൂട്ട് ചെയ്തിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയത്. ദെൻ അപ്പൊ ഇതിനെ റിവ്യൂ ചെയ്തിട്ട് പറയുന്ന ആ ഡ്രൈവറിന്റെ ചിന്ത ഒരു ചെറിയ ചിന്തയാണ്, അതുവഴി പോകണ്ട ഇതുവഴി പോകാം എന്ന് അയാൾ ചിന്തിച്ചപ്പോഴാണ് ഈ കൊലയാളിയുടെ മുന്നിൽ തന്നെ ഇദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചതും ഇത്ര വലിയ മില്യൺസ് ഓഫ് പീപ്പിൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതിലെത്ര എത്ര പ്രതിഭകൾ ഉണ്ടാവും, എത്ര എത്ര ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. തീർന്നില്ലല്ലോ. അത് കൂടുതലായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് പോയി. അങ്ങനെ ഇതിന് ഒരു ഭാഗത്ത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ ഈവൻ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പോലും ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ബ്രിട്ടൻ ഈ ഒരു 2 യുദ്ധങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചതിന്റെ പേരിൽ
ഇന്ത്യയിലെ റൂള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അങ്ങനെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഒരു കാര്യത്തിന് കണക്റ്റഡ് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ലൈഫിലേക്ക് വരാം. നമ്മുടെ ലൈഫ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ വലിയ വലിയ അവസ്ഥകൾ എത്തിച്ചേർന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ചിലപ്പോ ഒരു ചെറിയ ശീലമായിരിക്കും, ചെറിയ എന്തെങ്കിലും ഒരു ഹാബിറ്റ് അവർ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തയിൽ വന്നൊരു ചെറിയ മാറ്റമായിരിക്കും അവരെ വലിയ ലെവലിൽ എത്തിച്ചിട്ടുണ്ടാവുക. അത് ഇപ്പൊ ബിസിനസ്സിലായാലും ഏത് ഫീൽഡിലാണെങ്കിലും ആ ഒരു ചിന്ത എടുക്കാൻ, ആ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ഒരു എനർജി ഉണ്ട്. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായത് ചിലപ്പോ എങ്ങനെയോ വഴിയെ പോകുമ്പോ കേട്ട ഒരു കോട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിലുടക്കിയ ഒരു പുസ്തകത്തിലെ ഒരു വരിയായിരിക്കാം. അങ്ങനെ നമുക്ക് അത് പറയാൻ പറ്റില്ല ഏതാണ് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാല് നമ്മള് എപ്പോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് ഒന്ന് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പഴയകാല ക്യാമറ നോക്കിയാൽ നമുക്കറിയാം അതിന്റെ കറക്റ്റ് ആ ഒരു പ്രൊസീജിയർ അല്ലെ. അവര് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇങ്ങനെ ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് അതിൽ തന്നെ പല ആംഗിളിലൂടെ നോക്കിയിട്ടാണ് ആ ഫോട്ടോ എത്ര നന്നായിരിക്കും എന്നുള്ളത് അവർ ആദ്യം തന്നെ അതിൽ നിന്ന് കാണും. അപ്പൊ അതുപോലൊരു പ്രോസസ്സ് നമ്മൾ നമ്മുടെ ലൈഫിലും എടുക്കണമെന്നുള്ളതാണ്. അതിനെ റീഫ്രെയിമിംഗ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണയായിട്ട് പോകുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുക. ചിലപ്പോ ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട് അല്ലെ, ഞാന് ബസ് മിസ്സായി, വളരെ ലേറ്റായി ഇറങ്ങി, പക്ഷെ പിന്നീടാണ് ന്യൂസിൽ അറിഞ്ഞത് ആ ബസ്സിനൊരു അപകടം സംഭവിച്ചു എന്ന്. അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാല് അവർ ആ സമയത്ത് ആ ഒരു ഡിലേ ആയത്, ഏതെങ്കിലും കാരണങ്ങളുമായി ഡിലേ ആയത് അവർക്ക് പിന്നീട് നല്ലൊരു ഒരു ഒരു ഭാഗ്യം, ഒരു നല്ലൊരു ബ്ലെസ്സിങ്സ് വന്നു ചേരാൻ അത് റീസൺ ആയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ റീഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഒരു ഫെയിലിയർ വന്നു, ദെൻ അതിനെ ഒരു വിക്ടിംഹുഡ് കളിച്ചിട്ട് അതിനെ നമ്മളെ കൊണ്ടാവുന്ന എല്ലാവരുടെയും തലയിലേക്ക്, ചില കുട്ടികളൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലെ, എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞാൽ അവരെ കൊണ്ടാവുന്ന എല്ലാവരെയും അവര് ബ്ലെയിം ചെയ്ത് അതിന്റെ റീസൺ ആക്കി ആള് അതിന് എസ്കേപ്പ് ആകാൻ നോക്കുക. അത് കുട്ടികളുടെ ഒരു രീതിയാണ്. അപ്പൊ ശരിക്കും അത് കറക്റ്റ് ചെയ്ത് റീഫ്രെയിം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി വളർന്ന് ലൈഫിൽ വരുമ്പോഴും ഇതേ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഏത് കാര്യത്തിലും ഫെയിലിയർ ആകുമ്പോൾ അതങ്ങനെ ആയതുകൊണ്ടാണ്, അത് അവര് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എന്നിങ്ങനെ ഒരു വിക്ടിംഹുഡ് കളിച്ചിട്ട് എപ്പോഴും ഒരു ഫെയിലിയർ ഒരു ലെവലിലേക്കായിരിക്കും, കാര്യപ്പെട്ട ഒരു ഗ്രോത്തും ആ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നമ്മള് ഈ റീഫ്രെയിമിങ് ചെയ്യുക എന്നുള്ള ആദ്യത്തെ പരിപാടി വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും. മറ്റൊരാള് നമുക്ക് ഗൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഓരോ പ്രോബ്ലംസും എടുത്തിട്ട്, ഞാൻ അന്ന് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോയത്, അപ്പൊ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം. അങ്ങനെ അവിടെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഡീലിങ്സ് നടക്കുകയാണെങ്കിൽ ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് എവിടേക്കോ എൻ്റെ ഇമോഷനെ അത് ടച്ച് ചെയ്തു, ദെൻ ഞാൻ പ്രതികരിച്ചു, റിയാക്ട് ചെയ്തു. അങ്ങനെ അത് ചിലപ്പോൾ ആ റിലേഷൻ അവിടെ കട്ടായിട്ടുണ്ടാവും, ആ ബിസിനസ് ഇതായിട്ടുണ്ടാവും, നിന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പല കോൺസിക്വൻസും അതുകൊണ്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ റീഫ്രെയിം ചെയ്യുന്നത് നമ്മുടെ തന്നെ ഒരു ഫെയിലിയർ എടുത്തു വെച്ച് നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു മൂന്നാമതൊരാളായിട്ട് നിന്ന് നോക്കുന്ന പോലെ നമ്മൾ അതിനെ നോക്കുക. അവിടെ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ, ഇപ്പൊ ചില കപ്പിൾസിനിടയിൽ അല്ലെങ്കിൽ പാരൻസ് കുട്ടികൾ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ
ഇങ്ങനെ ആയിരുന്നു ഡീൽ ചെയ്തിരുന്നെങ്കിൽ അത് അങ്ങനെ വരില്ലായിരുന്നു, നമുക്ക് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ റീഫ്രെയിം ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ ചില സദസ്സുകളിൽ നിന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വാക്കൗട്ട് ചെയ്താൽ മതിയായിരിക്കും, അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അവിടെ ഒഴിവായത് വലിയ പ്രശ്നങ്ങളും വലിയ ആ, എന്താ പറയാ ബുദ്ധിമുട്ടുകളായിരിക്കും. കാരണം ചെറിയൊരു ആക്ഷനാണ് എടുത്തത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത് റീഫ്രെയിം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ദെൻ ഈ റീഫ്രെയിമിംഗ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റീപ്രോഗ്രാമിംഗ് കൂടി ചെയ്യണം. നമ്മളിപ്പം മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഞാൻ എന്താ പറയാ, അന്നേരം ഞാൻ റിലാക്സ്ഡ് ആയിരുന്നില്ല എന്ന് ആണ് മനസ്സിലായതെങ്കിൽ നമ്മളപ്പോൾ റീപ്രോഗ്രാം ചെയ്യണം. ഓക്കെ, ഞാൻ എല്ലാ സമയത്തും റിലാക്സ്ഡ് അല്ല, ചില പോയിന്റുകളിൽ ഞാൻ എൻ്റെ ഇമോഷൻസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ റീപ്രോഗ്രാം ചെയ്യാൻ പഠിക്കണം. നമുക്ക് എങ്ങനെ ചില സമയത്ത് എന്താ പറയാ ഇമോഷൻസ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ കാം ആൻഡ് കൂളായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി അത് നമ്മൾ എങ്ങനെ നേടിയെടുക്കും. അപ്പോൾ ആ ഒരു റീപ്രോഗ്രാമിംഗ് ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യാനും കൂടി പഠിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയാ ഇപ്പൊ സിബ്ലിങ്സിന്റെ ഇടയിൽ തന്നെ കുറെ നാളുകൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ഫോൺ കോൾ മതിയായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചിരിച്ച് ഒന്ന് ഹഗ് ചെയ്താൽ തീരുന്ന ചിലപ്പോൾ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കാഷ്വൽ ആയിട്ടൊന്ന് സംസാരിച്ചാൽ ഒരു വിസിറ്റ് കൊണ്ട് തന്നെ തീരുന്ന ഇഷ്യൂസ് ആയിരിക്കാം. അപ്പൊ അതിനെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്തെടുക്കുക. എവിടെയാണോ നമുക്ക് മാറ്റം വരേണ്ടത് ആ കാര്യങ്ങൾ റീപ്രോഗ്രാമിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഫോർമേഷൻ, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ആർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീഫോം എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഒരു ചേഞ്ചസ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലേ, ചെറിയ 1 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ കോയിൻസ് കുറെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സമയം കഴിയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നു. ഇതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾക്കും അതിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു എഫക്റ്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് ഞാന് വലിയ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് മുടങ്ങിപ്പോകുന്നതിന് പകരം ചെറിയ ഒരു ആക്ഷൻ എടുക്കുക. ഒരു മെഡിറ്റേഷൻ ചെയ്ത് നമുക്കൊന്ന് നമ്മൾ ക്ലെൻസിങ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ മെഡിറ്റേഷന്റെ 2 പാർട്ടാണല്ലോ, ക്ലെൻസിങ്ങും അതുപോലെ നർച്ചറിങ്ങും. ഇപ്പം നമ്മൾ രാവിലെകളിൽ നർച്ചറിങ് മെഡിറ്റേഷനുകളാണ് ചെയ്യുന്നത് നല്ലത്. അപ്പൊ നമുക്കൊരു എനർജിയും ഒരു ഇതുണ്ടാവും ആ ഡേയിലേക്ക്. നൈറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ക്ലെൻസിങ് മെഡിറ്റേഷൻ ആണ് വേണ്ടത്. വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങി പലരുടെയും ഇമോഷനുകളും പലരുടെയും പല ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട് പലതും എനർജികൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉറക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. ദെൻ ഒരു ദിവസം ചെയ്തു, അല്ലെങ്കിൽ അടുത്ത ദിവസമായപ്പം ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്തു, രാവിലത്തെ ഒരു നറിഷ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ദെൻ അത് ഇനി അങ്ങോട്ട് മൊത്തം ആ ശീലം ഒഴിവാക്കുന്നതിന് പകരം ഓക്കെ ഇന്ന് പറ്റിയില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ശ്രമിക്കുക. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് വീണ്ടും പറ്റുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് അത് നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ഒരു ക്ലെൻസിങ്ങും ആ ഒരു മൈൻഡ് നർച്ചറിങ്ങും കിട്ടും. ദെൻ ആ ഒരു റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മാറ്റവും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാല്
അതിന്റെ റിസൾട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ദെൻ അവിടെ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന്റെ റിസൾട്ട് ഇപ്പോഴല്ല, ഇതൊരു ചെറിയ ആക്ടിവിറ്റി ആണ്, ചെറിയ ഇന്നോവേഷൻ ആണ്, ഓക്കെ ഞാനിത് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ബ്രസീലിലെ ബട്ടർഫ്ലൈ ചിറകടിച്ചാൽ അമേരിക്കയിൽ കൊടുങ്കാറ്റാകും എന്നൊന്നും പറയുന്നില്ല. അത് അത് നമ്മളെ ആ ഒരു മെറ്റഫറായിട്ട് നമ്മളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ കാര്യവും അതിന്റെ റിസൾട്ട് ഇപ്പോഴല്ലെങ്കിൽ സമയമെടുത്ത്, അതിൻ്റെതായ സമയം, നേച്ചറിന് ഓരോന്നിനും അതിൻ്റെതായ താളവും സമയവും ഉണ്ട്. അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ അതിൻ്റെതായ സമയമുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ വർക്കാവും. നമ്മൾ പല സെഷനുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഓക്കെ ഇന്ന് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായി, നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്ന് ഒരു ദിവസം ഒരു 5 ചിലപ്പോൾ എഴുതാനുണ്ടാവും. ഓക്കെ അത് എഴുതി വെച്ചു. അത് പക്ഷേ അതിന്റെ റിസൾട്ട് അറിയുന്നത് അതൊരു 100 അല്ലെങ്കിൽ ഒരു 500 ആയിക്കഴിഞ്ഞ് നമ്മൾ ഇതെടുത്ത് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി ഉണ്ട്. ഓ ഇത്രയധികം നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു തോട്ട് നിങ്ങളിലേക്ക് തന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ ബെസ്സി മാം റീക്യാപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ആൾ. ഞാനിപ്പോ ഇതൊരു റീക്യാപ്പായിട്ട് പറയുന്നില്ല, ഇതൊരു സാറ് പറഞ്ഞതിന് തൊട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് എന്താ പറയാ, കുറച്ചൊരു ഡിസ്കഷൻ വേയിൽ പോകുന്നേ ഉള്ളൂ. കാര്യം അത് അതേപടി അങ്ങനെ പറയുന്നതിനോട് പറയണ്ട. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അതായത് ഇതിന്റെ നമ്മുടെ ക്ലാസ് ബിഗിൻ ചെയ്തതെന്ന് വെച്ചാൽ എഡ്വേർഡിന്റെ ഒരു തോട്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ തോട്ടിലേക്ക് നമ്മളിത് ട്രാൻസ്ഫോം ചെയ്തത്. ഇത് എന്ന് വെച്ചാൽ ഒരു കെയോസ് തിയറി എന്ന് പറയും. ഇതിന് കെയോസ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻ ബ്രസീൽ ക്യാൻ കോസ് ടോർണേഡോ ഇൻ ടെക്സാസ് എന്നാണ് അതിന്റെ പറയുന്നത്. ഇവിടെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ബട്ടർഫ്ലൈ ബ്രസീലിൽ ഒരു ബട്ടർഫ്ലൈ ചിറകടിച്ചാൽ അതിന്റെ എഫക്റ്റ് കിട്ടുന്നത് ടെക്സാസിൽ, അല്ലെ ഈ ടെക്സാസ് മീൻസ് ഇറ്റ് ഈസ് ഇൻ US. ആ US-ലാണ് അതിന്റെ എഫക്റ്റ് കിട്ടുന്നത്. അതായത് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അപ്പോഴല്ല അതിന്റെ റിസൾട്ട് നമ്മളിൽ വരുന്നത്. എന്നോ ചെയ്ത ഒരു ചെറിയ കാര്യത്തിന്റെ റിസൾട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എപ്പോഴും വരുന്നത്. പക്ഷെ അതൊരു വലിയൊരു ഒരു 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 എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ഞാനൊന്നും അത് അത്രയും ഒന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ഇത് ചെയ്തത്, പക്ഷെ ഇതുപോലൊരു റിസൾട്ട് അത് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനൊരു കോസ് ഉണ്ട്. നമ്മളെന്നോ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതെന്നോ നമ്മൾ എവിടെയോ ചെയ്ത ഒരു കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അത് വരുന്നത്. പിന്നെ അതല്ലേ നമ്മുടെ ടോപ്പിക്കിൽ തന്നെ ഏതാന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്ട് ഇൻ ലൈഫ്, ഐ മീൻ ഇൻ സ്മോൾ തിങ്സ് ബിഗ് ചേഞ്ചസ്. കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു കുതിച്ചുചാട്ടം, ഒരു എന്താ പറയാ ജമ്പിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. പിന്നെന്ന് വെച്ചാൽ സാറ് എന്താ പറയാ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാര്യമൊക്കെ പറഞ്ഞ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ആ ഡ്രൈവറുടെ തോട്ടിനെ പറ്റിയാണ്. ആ ഡ്രൈവറുടെ എന്താ പറയാ മനസ്സിലുണ്ടായ ഫീലിങ്സ് അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു എന്നുള്ളതും അതൊക്കെ ഇവിടെ നമുക്ക് പറഞ്ഞതാണ്. പിന്നെ ലൈഫിലെ നമ്മളുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറഞ്ഞു. ചെറിയ ചെറിയ ചിന്തകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അത് ലൈഫിൽ നമ്മൾ ആപ്ലിക്കബിൾ ആക്കുമ്പോഴാണ് അതൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമ്മളിൽ വരുന്നത്. പക്ഷെ നമുക്കത് അപ്പൊ ഒരു എന്താ പറയാ ചിലപ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നാൻ, ചെയ്യണോ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരാം. പക്ഷേ എങ്കിലും നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. റിസൾട്ട് ഉദ്ദേശിച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അത് എന്ത് തന്നെയായിരുന്നാലും നമ്മൾ ആർക്കെങ്കിലും ഒരു ചാരിറ്റി ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിന് ആയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴോ ഒക്കെ എനിക്ക് ചിലപ്പോൾ സക്സസ് ആവാം, ഇല്ലെങ്കിൽ പക്ഷെ ഏത് വന്നാലും നമ്മൾ എന്താ പറയുക ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. പ്രസന്റ് വന്നാ കിട്ടിയ സന്തോഷം, കിട്ടിയില്ലേ അതിലും സന്തോഷം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് പോകാമെങ്കിൽ നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിരിക്കും.
പിന്നെന്ന് പറഞ്ഞാല് നമ്മൾക്ക് സാറ് പറഞ്ഞ പോലെ ഈ റീഫ്രെയിമിങ് ചെയ്യുക, അതൊരു വലിയ ഇതാണ്. കിട്ടിയ കാര്യങ്ങളെ നമ്മൾ റീഫ്രെയിം ചെയ്യുക. റീഫ്രെയിമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എഡിസൺ, ആൽബ എഡിസൺ എന്താ ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹം അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ പഠിക്കുന്ന സമയത്താണെങ്കിൽ വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു. മിടുക്കനായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ ആ കുട്ടി പുറകിലായിരുന്നു പഠിക്കാൻ. അവസാനം ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു റെപ്യൂട്ടഡ് സ്കൂളായിരുന്നു. ആ സ്കൂളിൽ നിന്ന് ഈ കുട്ടിക്ക് എന്താ പറയാ ഇത് കൊടുത്തു, ടെർമിനേഷൻ കൊടുത്തതിന്റെ ഒരു ലെറ്റർ അമ്മയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ വരണമെന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അമ്മയെ ഏൽപ്പിക്കുന്ന ആ ടൈമിൽ എന്ന് പറഞ്ഞാല് അമ്മ അതൊരു മേശയുടെ പുറത്ത് എന്താ പറയാ അത് അവര് വളരെ സീക്രട്ടായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് എന്താ മകനോട് പറഞ്ഞെന്ന് വെച്ചാൽ, മോനെ നീ ഈ ലെറ്റർ സൂക്ഷിച്ച് കയ്യിൽ വെക്കുക, അല്ല അത് സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ ഇനി മുതൽ അമ്മ മോനെ പഠിപ്പിക്കാൻ, മോൻ സ്കൂളിൽ പോകണ്ട. കാരണം അത്രയ്ക്കും ഒരു പതറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു കുട്ടി കടന്നു പോയിക്കൊണ്ട്. അപ്പൊ കുട്ടി ഓക്കെ അമ്മ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചത്. അങ്ങനെ പഠിച്ചാണ് ഈ കുട്ടി ലോക പ്രശസ്തനായ ഒരു വ്യക്തിയായി തീർന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി തീർന്നത്. അദ്ദേഹത്തിന് എന്ന് വെച്ചാല് എന്താ പറയാ ആ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആ ടീച്ചർ കൊടുത്ത ആ ലെറ്റർ അന്ന് അദ്ദേഹത്തിനെ കാണിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ആ കുട്ടിയുടെ ലൈഫിലുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഡെത്ത് ബെഡ് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേന് ആ ഒരു ബോക്സ് തുറന്നപ്പോൾ ഈ പയ്യൻ കണ്ടു ഇങ്ങനെ ഒരു ലെറ്റർ, അന്ന് ടീച്ചർ കൊടുത്ത ഒരു ലെറ്റർ. അത് കണ്ടപ്പോൾ കണ്ണുനീര് ഒരുപാട്. അപ്പോഴേക്കും അമ്മ മരിച്ചുപോയി. പറഞ്ഞതിന്റെ കാര്യം, പക്ഷെ അന്ന് അവര് അത് ആ കാര്യം ആ കുട്ടിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ അറിയാനിടയായിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ട്രാൻസ്ഫോർമേഷനും ഉണ്ടാകത്തില്ല ആ കുട്ടിയുടെ ലൈഫിൽ. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു എക്സാമ്പിൾ ആണ് റീഫ്രെയിമിങ്ങിനുള്ള ഒരു എക്സാമ്പിൾ. ആ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ മകനെ എനിക്ക് റീഫ്രെയിം ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ഉടനെ റിയാക്ട് ചെയ്ത് അതിനെ റെസ്പോണ്ട് ചെയ്യാണ്. റെസ്പോണ്ട് ജെന്റ്ലി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ. സാറ് പറഞ്ഞ പോലെ സിബ്ലിങ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം, അതൊരു ചിലപ്പോൾ ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു ഹഗ്ഗിങ്ങിലോ മാറാവുന്ന കാര്യങ്ങൾ. ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് വരണം. അതിന് നമ്മളുടെ ഒരു എഫേർട്ട് അത്യാവശ്യമാണ്. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനെയെല്ലാം നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ്റെ കാര്യം സാറ് പറഞ്ഞു. എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പകലുണ്ടായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സുകളെല്ലാം നമ്മുടെ ഓറ ക്ലെൻസിങ് കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഡേ ടൈമിൽ എന്ന് വെച്ചാൽ നർച്ചറിങ്, പ്രകൃതിയായിട്ടും ഒക്കെ നമ്മൾ എന്താ പറയുക ഒന്ന് ഇന്ററാക്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും നല്ലതായി. അപ്പൊ ഏത് കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുമ്പോൾ അതെന്താണ് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ആ ഹാബിറ്റാണ് പിന്നെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ, സ്മോൾ ആക്ടിവിറ്റീസിൽ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ റിസൾട്ട് ഇപ്പോഴല്ല, ചിലപ്പോൾ ഇയേഴ്സ് കഴിയും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഡിപ്പോസിറ്റ് ആണ്, അതിലേക്കുള്ള ഒരു ഗൈഡൻസ് ആണ്. അപ്പം പിന്നെ ഇതിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ജേർണൽ റൈറ്റിങ്സ് വളരെ നമുക്ക് ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളോ നല്ലതോ ചീത്ത എന്തും ആട്ടെ, നമ്മൾ അപ്പോഴൊക്കെ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി പിന്നെ നമ്മൾ കഴിയുമ്പോൾ ഇതൊരു വലിയ ബുക്കാക്കാനുള്ള ഒരു ഇതുപോലും നമുക്ക് തോന്നും. കാര്യം വെച്ചാൽ ഇത് ഞാൻ തന്നെയാണോ ഇത് എഴുതിയത്? എനിക്കിത് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇതുണ്ട് കുറെ. അപ്പൊ അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കഥ പോലെ തോന്നാം. അത് എല്ലാം വളരെ മനോഹരമായിട്ട് നമുക്കൊരു എന്താ പറയാ അത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡിപ്പോസിറ്റ് ആയിട്ട് മാറും. താങ്ക് യു സർ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഞാനിപ്പോ ഇത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇനി ഓരോരോ ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കഷൻ ഇനി മറ്റുള്ളവർക്കും കൂടെ നമുക്ക് ചാൻസ് കൊടുക്കാം. ഓക്കെ, താങ്ക് യു ബെസ്സി മാം. വളരെ മനോഹരമായിട്ട് ആഡ് ഓൺ ചെയ്ത് മാം പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കാണ് പറയാൻ പറ്റുക? ഇപ്പോഴത്തെ ചെറിയ ഒരു അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുക എന്നതാണ്.
സാർ ഇത് നമുക്ക് ഡിസ്കഷൻ എന്ന് പറയുമ്പോഴേ ഓരോരുത്തർക്കും അവരവരുടെ കോൺട്രിബ്യൂഷൻ അവരവരുടെ തോട്ട്സ് നമുക്ക് തോട്ട്സ് ഷെയർ ചെയ്യുക അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് അപ്പൊ അതെ അതിനകത്തുനിന്ന് നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്ന ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ആ ചെറിയൊരു ഡിബേറ്റിംഗ് വേയിൽ നമ്മൾ കൊണ്ടുപോയാലും നമുക്കിത് വളരെ ഉം, നന്നായിരിക്കും. തീർച്ചയായും എല്ലാവർക്കും അവരവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. യെസ്. ജിഷ മാം ഹായ് സാർ, ഓ ശരൺ മാഡം. നല്ല ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. ഒത്തിരി ടേക്ക് അവേ ഉണ്ട് എന്നെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ 10 വിരലുണ്ട്. ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ 10 കാര്യങ്ങൾക്ക് പോലും ഒരു സന്തോഷത്തോടെ ഒരു നന്ദി പറയാനായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലായിരുന്നു എനിക്ക്. ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്നിപ്പം ഈ 1000 ആയിരമല്ല, ലക്ഷങ്ങളല്ല, കോടി, എത്ര നമ്പർ അത്രയും എനിക്ക് ആ നന്ദി എന്ന ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തെ കാണാൻ കഴിയുന്നു. അപ്പൊ എനിക്ക് ഇന്ന് ഈ പറഞ്ഞ ഈ ക്ലാസ് ഭയങ്കര ഒരു കണക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു. താങ്ക് യു ജിഷ മാം. അതാണ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യം അത് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്തുനിന്ന് അത് അതിലേക്ക് മൈൻഡ് സ്റ്റേറ്റ് മാറ്റിയെടുത്തല്ലോ മാം. ആ ഒരു ചെറിയ ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് മാമിന് അത്രയധികം എന്താ പറയാ അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റുന്നത്. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പൊ ആ കോട്ട് പറഞ്ഞ പോലെ ചെറിയൊരു ബട്ടർഫ്ലൈയില് ടെക്സാസില് ടൊർണാഡോ ഉണ്ടാക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ആക്ഷനിലൂടെ നമ്മൾ പയ്യെ പയ്യെ പിടിച്ചു വെച്ച് കയറുന്ന ആ അവസ്ഥ, ആ ജേണി ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ പ്രിയ ഭയങ്കര blessing. യെസ്, അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകത നമ്മുടെ ബ്രെയിനുണ്ട്. നമ്മളതിനെ ഏത് രീതിയിലാണോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പവർഫുൾ എന്താ പറയാ ഫീലാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനെ ടൂൾ എന്ന് പലരും പറയാറുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതൊരു ഫീലാണ്. നമ്മൾ ആ ഗ്രേറ്റ്ഫുൾ മൈൻഡ് നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ദിശ മാമിന്റെ തോട്ട്സ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ എന്താ പറയാ നമുക്കും അത് ടേക്ക് അവേ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാം. നേരിട്ട് ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ് ഒരു ദെൻ ഇനി ആരാണ്? ബീന മാം ഉണ്ട്, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ തോട്ട്സ് ഇവിടെ ഷെയർ ചെയ്യാം. മെസ്സി മാമിനെ കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. നല്ല ക്ലാസ് ആണ്. ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. 2 ആഴ്ച സന്തോഷം ഇല്ല എന്നല്ല പറഞ്ഞത്, എന്നാലും ഇന്ന് ഒന്നുകൂടി മധുരം എന്ന് പറഞ്ഞപ്പോൾ അതിമധുരം, അതല്ലേ അതിന്റെ ശരി. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. എഡിസന്റെ കഥ അന്ന് അനസ്താറും പറഞ്ഞതായിരുന്നു. ഇന്ന് ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ മൈൻഡിലായി. ഒരു എപ്പിസോഡിൽ പറഞ്ഞതല്ലേ അത്, അപ്പം അതും ഒന്നുകൂടി തറവായി. പിന്നെ ഈ ക്ലാസ് ഇനി ഒരുപാട് ഉയരത്തിലെത്തട്ടെ. നമുക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ടൈം പോരാ. ഓക്കെ. ഇല്ല, സമയമുണ്ട്, പറഞ്ഞു. ബെസ്സി മാം അതുകൊണ്ടാണ് റീക്യാപ്പ് നേരത്തെ വൈൻഡപ്പ് ചെയ്തത്. അത് ബാക്കിയുള്ളവര് ശരി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുറകോട്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കാരണം വീട്ടിൽ അതേപോലുള്ള ഒരു അവസ്ഥയായിരുന്നു. പുറത്തോട്ട് വിടത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലൂടെ ആണെങ്കിലും ഇപ്പൊ തന്നെ പുറത്തോട്ട് വിളിച്ചതാ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ക്ലാസ് കേൾക്കണം, എനിക്ക് പോകണം, എനിക്കിത് അറ്റൻഡ് ചെയ്യണം. പുറത്തോട്ട് പോയാൽ നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ വീട്ടില്. എന്നിട്ട് ഞാൻ ഇത് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. എനിക്ക് അത്രയും ഒരു പ്രോഗ്രസ് ഉണ്ട് ഓരോ കാര്യത്തിലും പുറകെ പറയാൻ. ഓക്കെ. താങ്ക് യു ബീന മാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിന്റെ എഫക്റ്റുകൾ പിന്നീടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ക്ലാസ്സിൽ വരുന്നതും അതുപോലെ തന്നെയാണ്. ചെറിയൊരു ആക്ഷൻ ആണ്, പക്ഷെ അതിന്റെ റിസൾട്ട് വലുതായിരിക്കും. ഓക്കെ, അപ്പോ താങ്ക് യു. ഇനി ബെസ്സി മാം ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക്
അവസാനിപ്പിക്കാം. ഇനിയൊരു 5 മിനിറ്റ്സ് കൂടി ഉണ്ട് ബസി മാം. അതൊന്ന് ഈ ഡിസ്കഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. ഓക്കെ സാർ, പുറത്തോട്ടൊക്കെ ഞാൻ ഇറങ്ങാതെ ഹലോ പറഞ്ഞോളൂ മാം. പുറത്തേക്ക് വന്നൊരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ വലിയൊരു പരിപാടി നടത്തി. ആഹാ MLA പങ്കെടുത്ത ഒരു പരിപാടി നടത്തി. അതില് അനസ് സാറിന്റെ സ്പീച്ചും ഉണ്ടായിരുന്നു. ആഹാ ആ ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ എനിക്ക് പരിപാടിയിൽ നിന്ന് കിട്ടിയ പ്രചോദനം അത്. ഓക്കെ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വലുതിലോട്ട് പോകുന്നത്. ആദ്യമേ സ്റ്റെപ്പിംഗ് ഇൻ ടു സ്മോൾ തിങ്സ് എന്ന്, അതായത് ഒരു 15 മിനിറ്റ് നടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്നത് എന്താ, ഒരു ബിഗ് ടാസ്ക് ആണ് അല്ലേ? അപ്പൊ ആ ചെറുതിൽ നിന്നും ചെറുതിനെ നമ്മൾ വലുതിലോട്ട് കൊണ്ടുപോകുമ്പോൾ 15 മിനിറ്റ് നമ്മൾ നടക്കാന്ന് പറയുന്നത് ഓക്കെ, മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. 15 മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന്, അത് ചെറിയ കാര്യം. പക്ഷെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബുക്ക് എഴുതാനാണെങ്കിൽ നമ്മൾ എത്ര നാളെടുക്കും, അതൊരു വലിയ ടാസ്ക്. പക്ഷെ ഈ ചെറുതിൽ നിന്നും, അതായത് നമ്മളിപ്പം ആ ബുക്ക് എഴുതണമെന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു, കുറേശ്ശെ നമ്മൾ 2 ലൈനോ 4 ലൈനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എഴുതി വെക്കുമ്പം അതൊരു ഒരു കണ്ടിന്യൂസ് ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ അതൊരു വലിയ ബുക്കായിട്ട് മാറും. അതിന്റെ റിസൾട്ട് വരാൻ കുറെ താമസിക്കും. അത് പബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ അത് ലോകം അറിയുമ്പോഴത്തേന് ടൈം കുറെ എടുക്കും. അതാണ് നമ്മൾ ഈ ചെറുതിൽ നിന്നും വലുതിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ അത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. അനസ് സാറിന് സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് യു, ഓൾ ദ പാർട്ടിസിപ്പൻസ് ആൻഡ് അനസ് സാർ. നല്ല സെഷൻ ആയിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഓരോ ടോപ്പിക്കുകളും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അതാണല്ലോ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മ്യൂട്ടായിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് പോകും. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, നമുക്ക് ചോദിക്കാം. നമുക്ക് അങ്ങനെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, ഒരു ഡെവലപ്മെന്റിന്റെ പാത്തിലോട്ട് പോകുന്നത്. മാം പറഞ്ഞതുപോലെ മാമിന് ഇപ്പം നല്ലൊരു കാര്യമാണ് മാം ഏറ്റെടുത്തത്. കരിച്ചലെന്ന് പോകാൻ പറ്റിയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, ഞാനിത് ഈ സെഷൻ അറ്റൻഡ്, അത് തന്നെ ഒരു വലിയൊരു എഫർട്ടാണ് അല്ലേ? അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. അതുകൊണ്ടാണ് മാം ഇപ്പൊ ഇവിടെ നിന്ന് ചിരിക്കുന്നത്. ആ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ കയറി, കുറെ കാര്യങ്ങൾ കിട്ടി, നമ്മൾ ഷെയർ ചെയ്തു. ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിലെ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതാണ് റിസൾട്ട്. നമ്മൾ റിസൾട്ടിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, റിസൾട്ട് നമ്മളെ തേടി വരും. നമ്മൾ അറിയാതെ തന്നെ റിസൾട്ട് നമ്മളെ തേടി വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ചെറിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മുടെ ലൈഫ്. സാറിന് പറഞ്ഞതും അത് തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാം ഇനി ഇങ്ങനെ മുൻപോട്ട് പോട്ടെ എന്ന് അതായത് ഈ ക്ലാസ് മുടങ്ങാതെ ഓരോ പ്രാവശ്യം പോട്ടെ എന്ന് നമുക്ക് അതിനുവേണ്ടി നമുക്ക് എഫർട്ട് ഇടാം. ഓക്കെ, താങ്ക് യു ബസി മാം. അപ്പോ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ, റെക്കോർഡിങ്സ് നമ്മുടെ ഗ്രൂപ്പിൽ അവോയ്ഡ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് വീക്കിൽ എല്ലാരും ഒരു 2 കാര്യമെങ്കിലും, എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യണം. എങ്കിലേ ആ പാർട്ടിസിപ്പേഷൻ നമുക്ക് പൂർണ്ണമാവും. എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ ചെറിയ ഗ്രൂപ്പ് അല്ലേ, ചെറുതിൽ നിന്നാണല്ലോ നമ്മൾ വലുതിലോട്ട് പോകുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ, ഒരു എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എല്ലാവരും, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അനസാറിനെ പോലെയുള്ള ഒരു ഗ്രേറ്റ് മാസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ ഗൈഡൻസും കിട്ടും. ഓക്കെ സാർ, താങ്ക് യു.